ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഏത് രാജ്യത്താകട്ടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്താകട്ടെ സംസ്ഥാനത്തിലാകട്ടെ ഒരു പ്രശ്നത്തെ ഒരു സർക്കാർ ഒരു ഭരണകൂടം എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം. കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ പല കാലങ്ങളിൽ പലതരത്തിലുള്ള രാഷ്ട്രീയവും സാമൂഹികമായ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെല്ലാം അതാത് കാലത്തെ ഭരണാധികാരികൾ അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നമ്മൾ കണ്ടതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ചരിത്രകാലം മുതൽ തന്നെ ധാരാളം പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയിൽ സംഭവിച്ച കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്വർണവുമായി ബന്ധപ്പെട്ട സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ ഗവൺമെൻറ് എത്ര അവധാനതയോടെയാണ് ആ പ്രശ്നത്തെ സമീപിച്ചത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങളോ മറ്റൊരു തരത്തിലുള്ള സാഹചര്യങ്ങളെയോ കണക്കിലെടുക്കാതെ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടുകയും എല്ലാ തരത്തിലുള്ള നിയമപരമായ രീതികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കുവാനും എന്തെങ്കിലും തരത്തിലുള്ള അനീതി എന്തെങ്കിലും രീതിയിലുള്ള അഴിമതി അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുവാനും സമയബന്ധിതമായി സർക്കാർ നടത്തുന്ന അതിബൃഹത്തായ അതിമനോഹരമായ ഒരു ദൗത്യമാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. തീർച്ചയായും മലയാളി പ്രബുദ്ധരാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ പറച്ചിലുകൾക്കപ്പുറം അവനവൻ്റേതായ ചിന്ത ബോധം അടയാളപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നവരാണ് മലയാളി എന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു സർക്കാർ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്ന ആളുകളെ പോലും മാറ്റി നിർത്താതെ നീതിയെ അല്ലെങ്കിൽ നിയമത്തെ അതിൻ്റെ വഴിക്ക് വിട്ടുകൊണ്ട് അതിബൃഹത്തായ ഗംഭീരമായ ഒരു അന്വേഷണമാണ് ആ മേഖലയിൽ നടത്തുന്നത്. എൻ്റെ സർക്കാരിനെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു, മലയാളിയായതിൽ അഭിമാനിക്കുന്നു.